അച്ഛനെ പറയിപ്പിക്കാം. എന്താ പറയാ, അതും നല്ല ഐഡിയ ആണ്. പാപ്പു പക്ഷെ പറഞ്ഞാൽ അച്ഛന് കേൾക്കുമായിരിക്കും. പക്ഷെ അച്ഛന്റെ പൊന്നു കുട്ടിയല്ല പാപ്പു, അത് കേൾക്കാതിരിക്കോ? ഓ, അപ്പൊ അങ്ങനെ ആയിരുന്നല്ലേ കാര്യം. ആ പാപ്പുവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം, എന്നാലേ പോവാൻ പറ്റുള്ളൂ. ചേച്ചി എന്താ പറയുന്നത്? എന്നാ കേക്കട്ടെ. പറയുന്നു ചിപ്പു. അതെ ചിപ്പു, നീ ഒരു കാര്യം ഈ അച്ഛനോട് പറയുമോ പ്ലീസ്? പ്ലീസ് ഓക്കെ, താങ്ക് യു. ഇപ്രാവശ്യത്തെ ടൂറിനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും മേടിച്ചിടും. ഫസ്റ്റ് അച്ഛൻ സമ്മതിക്കാൻ നോക്കട്ടെ, അതൊക്കെ സമ്മതിച്ചോളും. അച്ഛാ അച്ഛാ. എന്താ പാപ്പു മോനെ? ചൂടുവാണൊക്കെ. നമുക്ക് പോവാലോ. മോനോട് ആരാ പറഞ്ഞേ? അയ്യോ ചപ്പു, അത് പറഞ്ഞു കൊടുക്കൂ. ഞാൻ എന്നോട് പറഞ്ഞില്ല, എനിക്ക് പോവാൻ തോന്നി. അച്ഛനും എന്നോട് പറഞ്ഞില്ലല്ലോ. മോനെ, മോന് കരിയണ്ട, ഞാൻ മോനെ കൊണ്ടുപോവാം. ഓക്കെ. എന്താണ് നിങ്ങളിങ്ങനെ തുള്ളി കളിച്ചു നിക്കണത്? അപ്പൊ ഇതിന്റെ അടുത്ത് നിങ്ങളായിരുന്നില്ലേ പപ്പൂനെ ഇവിടേക്ക് വിട്ടത്? അത് പിന്നെ അച്ഛാ, ഞങ്ങള് വീട്ടിലാകെ മടുത്തിരുന്നു. എന്താ പറയാ അച്ഛപ്പി? അത് പിന്നെ പറഞ്ഞാ മക്കളെ, എന്റെ മക്കളെ ഇങ്ങനെയൊക്കെ കട്ടുന്നത് ഇന്നോടൻ പറഞ്ഞൂടെ? നിങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവരാ. എന്നാ പിന്നെ അങ്ങോട്ട് നടക്കും മക്കളെ, എല്ലാരും മാറ്റിക്കോളി. അപ്പൊ മക്കളെ നമ്മള് തുള്ളല്ലേ? മക്കളെ കളിക്കണോക്കെ ശരി, പക്ഷെ അപ്പുറത്തേക്കൊന്ന് പോയാന്നല്ലോ. എന്റെ വിവരം അറിയൂട്ടോ. സന്തോഷായി. കക്കൂസെ കണ്ടവന അല്ലെങ്കിൽ എന്തെങ്കിലും അവട്ടാണ് തുള്ളിക്കൊളി. കണ്ണാടൊക്കെ വെച്ചിട്ട് കണ്ടിട്ട് വീരപ്പം മൈൻഡില്. അപ്പൊ ഓക്കെ മക്കളെ, അങ്ങോട്ട് അടിച്ചു പൊളിച്ചോളി നിങ്ങളെ വെക്കേഷനൊക്കെ.